നല്ല ഫിലിം, ആത്മസഹമാണ്. നല്ല ഫിലിം, രസമുണ്ട്, കോമഡിയാണ്, വളരെ എൻ്റർടൈനിങ് ആണ്, ടൈം പോകുന്നത് അറിയുന്നില്ല. എന്തായാലും എല്ലാവർക്കും ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. ഓക്കെ. രഞ്ജി പണിക്കരൊക്കെ ഉണ്ടായിരുന്നു, ഗംഭീരമായിട്ടുണ്ട്, ത്രൂ ഔട്ടുണ്ട്, നല്ല വേഷമുണ്ട്, വെറൈറ്റി സബ്ജക്റ്റാണ്, നന്നായിട്ടത് മേക്ക് ചെയ്തിട്ടുണ്ട്, നല്ല രസമുണ്ട്. എല്ലാവർക്കും ഫാമിലിക്ക് എൻ്റർടൈൻ ചെയ്യാവുന്ന ഒരു സിനിമയാണ്, ഇതെല്ലാവരും കാണുക. ഓക്കെ. ആത്മസഹം മനോഹരമായ ചിത്രമാണ്. രാഷ്ട്രീയവും അതുപോലെ തന്നെ ഹാസ്യവും സമ്പൂർണ്ണമായിട്ട് കലർത്തിയ ഒരു ജീവിത ചിത്രം പറയുന്ന ഒരു കഥയാണ്. പടം ഓവറോൾ എങ്ങനെയുണ്ട്? പടം മൊത്തത്തിൽ എങ്ങനെയുണ്ട്? പടം മൊത്തത്തിൽ വളരെ മനോഹരമായ പടമാണ്. കിരണും അതുപോലെ രഞ്ജി പണിക്കർ സാറും എല്ലാം മനോഹരമായിട്ട് ഈ ചിത്രത്തിൽ ഇത് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു കുടുംബ ചിത്രമാണ്, എല്ലാവരും ഇത് കാണണമെന്നാണ് പറയാനുള്ളത്. ആത്മസഹം നല്ലൊരു പടമായിരുന്നു. പടം എങ്ങനെ മൊത്തത്തിലുണ്ട്? പടം നല്ലൊരു പടമാണ്. കാരണം ഇപ്പോൾ ഈ വെട്ടും കുത്തും കഞ്ചാവുള്ള പടത്തിനെക്കാട്ടൊരു കുടുംബപദം പടം. അതുപോലെ തന്നെ നല്ല കോമഡിയുണ്ട്, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഗോപുകരനാണ് ഇതിൻ്റെ സംവിധാനം, പ്രൊഡക്ഷനും എല്ലാം ചെയ്തിരിക്കുന്നത്. നല്ലൊരു പടം. ആത്മസഹം അത്യാവശ്യം കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കാം. രഞ്ജി സാറ് അത്യാവശ്യം നല്ല റേഞ്ചിൽ ഓക്കെ. എൻ്റെ പേര് അപർണ വിവേക്. ഇതെൻ്റെ മൂന്നാമത്തെ സിനിമയാണ് ആത്മസഹവും. ഞാനും ഫസ്റ്റ് ടൈമാണ് ആസ് എ പ്രേക്ഷക കാണുന്നത്. ഒരു ഫീൽ ഗുഡ് മൂവിയാണ്, ഒരു കോമഡി സബ്ജക്റ്റ് ആൻഡ് ഓൾസോ ഇപ്പോഴത്തെ ഒരു തലമുറയ്ക്ക് കുറച്ച് നമുക്ക് രാഷ്ട്രീയപരമായിട്ടും ഫാമിലിപരമായിട്ടൊക്കെ ഒരു മെസ്സേജ് തരുന്നൊരു സിനിമയാണ്. ഡെഫിനറ്റ്ലി എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം. നിങ്ങളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ അധികം സ്റ്റാർസ് ഇതിൽ അണിനിരന്നിട്ടുണ്ട്. രഞ്ജി പണിക്കർ സാർ, നോബി ചേട്ടൻ, നെൽസൺ ചേട്ടൻ, മഞ്ജു പത്രോസ്, അങ്ങനെ ഒരു വൻ താരനിരയുണ്ട്. പിന്നെ ഇതിൽ സ്പെഷ്യൽ എനിക്ക് എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഡയറക്ടർ ആൻഡ് പ്രൊഡ്യൂസർ, അതായത് ഗോപു കിരൺ ആൻഡ് ആഷൻ കിരൺ. സോ അവർക്ക് രണ്ടുപേർക്കും ഈ ഒരു അവസരത്തിൽ ഞാൻ എൻ്റെ ബിഗ് താങ്ക് യു പറയുന്നുണ്ട്. സിനിമയിൽ കുറേ അധികം പോർഷൻസ് നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് റിമൂവ്ഡ് ആയിട്ടുണ്ടെങ്കിലും ബട്ട് സ്റ്റിൽ എൻ്റെ വന്നിട്ടുള്ള പോർഷൻസൊക്കെ അത് മാത്രമല്ല എല്ലാം നല്ലോണം അവർ ലിങ്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് എഡിറ്റിംഗ് വിഭാഗം, ഐ ഹാവ് ടു അപ്രീഷിയേറ്റ് ദം. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് ഈ സിനിമ കാണാം. താങ്ക് യു സോ മച്ച്. പ്രേക്ഷകരെ പിടിച്ചിരുത്താനുള്ള പടത്തിലുണ്ടോ? ഒരു വൺ ടൈം ഡെഫിനറ്റ്ലി ഒരു ഫീൽ ഗുഡ് മൂവിയാണ് നമുക്ക് പറയാം. കാരണം ഇപ്പോഴത്തെ ഈ ഒരു അടി ബഹളം നമ്മളിപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്. ഇപ്പോൾ കുറച്ചായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ കുറേ അധികം നമുക്ക് വളരെ കേൾക്കാൻ സുഖകരമല്ലാത്തൊരു വാർത്തകളാണ്. അപ്പോൾ അതിൻ്റെ ഇൻഫ്ലുവൻസ് സിനിമയിൽ നിന്ന് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഡ്രഗ് യൂസ് ആണെന്ന് പറയാം. അപ്പോൾ സിനിമയിൽ നിന്ന് വരുന്നൊരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ ശരിക്കും ഡെഫിനറ്റ്ലി യങ്ങർ ജനറേഷന് കുറച്ചും കൂടെ ഫാമിലീൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഒരു എന്താ പറയുക, ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു അവയർനെസ് കൊടുക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ അങ്ങനെ ഒരു സീരിയസ് സബ്ജക്റ്റ് അല്ല, വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരുപാട് കോമഡി ഇൻസ്റ്റൻസ് നിറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ്. സോ എല്ലാവരും വന്ന് കാണാം. ചെറിയൊരു പാർട്ട് ചെയ്യാൻ പറ്റിയാലും ഭയങ്കര ഹാപ്പി പ്രൗഡാണ്. അതെല്ലാം ഫാമിലി എൻ്റർടൈനിങ് ആണ് ഫുൾ സ്ക്വാഡ് പറഞ്ഞു പോകുന്നത്. അറിയാമല്ലോ, പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ ആൾക്കാർ പല രീതിയിൽ ചിന്തിക്കും, പക്ഷെ അങ്ങനെയല്ല. പൊളിറ്റിക്സ് പറഞ്ഞു പോകുന്നുണ്ട്, അതിൽ കൂടെ തന്നെ ഫൺ പാർട്ട് എല്ലാം പോസ്റ്റർ കാണുമ്പോൾ തന്നെ അറിയാം. എല്ലാവരും ആർട്ടിസ്റ്റുകൾ, എല്ലാ കൊമേഡിയൻസ് എല്ലാവരും ഉണ്ട്. വൺ ടൈം വാച്ചബിളാണ്.